ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ തക്കാളി കണ്ടില്ലേ, തക്കാളിയുടെ ഒരു വിളവെടുപ്പാണ്. തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കുന്ന കണ്ടില്ലേ. തക്കാളിയുടെ ഈ വാട്ടരോഗം എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നും ഇതുങ്ങളെ രക്ഷിച്ചെടുത്തതെന്ന് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഇത് വാടി കണ്ടില്ലേ, ആ വാടി കായൊക്കെ ആയി പൂവായി നിറച്ച് വന്ന ശേഷമാണ് ഇതിങ്ങനെ കണ്ടില്ലേ. ഇത് കണ്ടോ, ഇത് എല്ലാം പോയതായിരുന്നു കേട്ടോ. വാടിപ്പോയി നിറച്ച് കായായി നിറച്ച് ഞാൻ വിളവെടുത്തിട്ട് നിൽക്കുന്നതാണേ. രണ്ടിൽ നിന്നൊക്കെ ഉണ്ടായ നേരത്തെ നിറച്ചുണ്ടായ ശേഷം ഞാൻ ഇതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതേ കണ്ടില്ലേ ഇങ്ങനെ ആയിപ്പോയി. ഇതെനിക്ക് ആകെ വിഷമമായിപ്പോയി. ഇതിനെന്താണ് ഇങ്ങനെ നിറച്ചായി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വന്നപ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ മഞ്ഞപ്പൊടിയും ചാരവും കലക്കി ഇവർക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുമ്മായം കലക്കി അതിൻ്റെ തെളി എടുത്തിട്ട് ഞാനിവർക്ക് ആഴ്ചയിൽ ആദ്യ ഒരാഴ്ച 2 തവണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇലയ്ക്ക് മാറ്റം വന്നു കേട്ടോ. ഇവിടുന്ന് ഇതെല്ലാം പോയതാണേ. അവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങോട്ട് പൊട്ടിക്കിളുത്ത് വന്ന് രണ്ടാമത് കായായതാണ്. കണ്ടില്ലേ, പൂത്ത് കായായി. ഇത് ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഇത് പിന്നെ കിളുത്ത് കയറി വന്നതാണ്. ഇതൊക്കെ കണ്ട, ഇത് പോയെന്ന് ഞാൻ വിചാരിച്ചു. കണ്ടില്ലേ, അങ്ങനെയാണ് ഇതിനെ ഞാൻ രക്ഷിച്ചെടുത്തത്. അടിയിൽ കണ്ടില്ലേ, ഇല വന്ന് പൂക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവർക്കും ഇതേപോലെ തന്നെയാണ് ഞാൻ ഇവരെല്ലാം രക്ഷപ്പെടുത്തിയെടുത്ത് ഇവർക്ക് നിറച്ച് ആദ്യത്തെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തേതാണ് കേട്ടോ. ഇഷ്ടംപോലെ കായ ഉണ്ടായ ശേഷമാണ് ഇതിങ്ങനെ വന്നത്. ഇപ്പോൾ അത് കണ്ടില്ലേ, കായൊക്കെ പറിച്ചെടുത്തു. അത് കഴിഞ്ഞ് കണ്ടില്ലേ, അടുത്തത് ഇതുപോലെ തന്നെ വന്നിരിക്കുന്ന കണ്ടോ, നിറച്ച് പൂവായി. ഇത് കൊടുത്ത ശേഷം കേട്ടോ പറയാൻ പറ്റില്ല, രക്ഷപ്പെട്ടത് എല്ലാം പൂവായി, നിറച്ച് പൂവായി. കണ്ടോ, ഇവർക്കെല്ലാം ഇതാണ് തക്കാളിക്ക് വരുന്ന ഒരു പ്രശ്നം. എന്തായാലും കുമ്മായം ഒഴിച്ചു കൊടുക്കണം, അത്യാവശ്യമാണ്. തക്കാളിക്ക് കുമ്മായം ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, പൂത്ത് നല്ലതുപോലെ കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. കണ്ടില്ലേ, പിന്നെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ.